ഇടുക്കിയിലേക്ക് പോകാം. അവിടുന്ന് ജെയിൻ എഫ് രാജ് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജെയിൻ, അവിടെ റെഡ് അലേർട്ടാണ് ഇന്ന്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധിയും പ്രഖ്യാപിച്ചിരുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ പൊതുവിലെ കാലാവസ്ഥ? ഇപ്പോഴും ശക്തമായ മഴയുണ്ടോ? ചില മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് രാജാക്കാട് മേഖലയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാറിൽ മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട്, പക്ഷേ ഇടവിട്ട ശക്തമായ മഴ അവിടെയും പെയ്യുന്നുണ്ട്. നെടുങ്കണ്ടത്തേക്ക് വരികയാണെങ്കിൽ, അതായത് ഉടുമ്പൻചോല താലൂക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം മഴയേക്കാൾ കൂടുതൽ കാറ്റാണ് വീശുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ട്. അതായത് മഴ കുറവാണ്, അല്ലെങ്കിൽ മറ്റ് താലൂക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മഴ കുറവാണ്, പക്ഷേ ശക്തമായ കാറ്റ് ആ മേഖലയിലെല്ലാം വീശുന്നുണ്ട്. മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾക്കാണ് അവിടെ സാധ്യതയുള്ളത്. ഇതുവരെ വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ ചിലയിടങ്ങളിലാണെങ്കിലും ഗതാഗത തടസ്സം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പീരുമേട് താലൂക്കിലാണ് ഈ ന്യൂനമർദ്ദം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ മഴ ജില്ലയിൽ പെയ്തത്. രാവിലത്തെ കണക്കനുസരിച്ച് 140 മില്ലിമീറ്ററിലധികം മഴ പീരുമേട് താലൂക്കിൽ ലഭിച്ചിരുന്നു. നമുക്കറിയാം, കുട്ടനാട് വരെ ഒഴുകിയെത്തുന്ന വെള്ളം പീരുമേട് താലൂക്കിൽ പെയ്യുന്ന വെള്ളമാണ് കുട്ടനാട് വരെ ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ പീരുമേട്ടിൽ പെയ്യുന്ന മഴ കുട്ടനാട് വരെയുള്ള പ്രദേശങ്ങളിൽ വലിയ ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഡാമുകളുടെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ, ചെറിയ ഡാമുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. 4 ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഇതിൽ പാമ്പ്ള, കല്ലാർകുട്ടി, മലങ്കര ഈ 3 ഡാമുകളിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിൽ നിന്ന് 750 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള അനുമതിയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പാമ്പ്ള ഡാമിൽ 1000 ക്യുമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഈ 2 ഡാമുകളുടെ വെള്ളം ഒഴുകിയെത്തുന്നത് മുതിരപ്പുഴയാറ്, അതോടൊപ്പം തന്നെ പെരിയാറ് എന്നീ 2 നദികളിലേക്കാണ്. അതിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലും വയനാടും മലപ്പുറം ജില്ലയിലുമാണ് ഇന്ന് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്.